ഇന്നലെ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറിനെയും SIT അറസ്റ്റ് ചെയ്തിരുന്നു. ഗൂഢാലോചനയുടെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി SITയുടെ മെല്ലപ്പോക്കിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിനിടെ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഡിണ്ടിക്കൽ സ്വദേശിയെ ആയിട്ടുള്ള മണി SIT ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തെ ഓഫീസിൽ ഹാജരാകാൻ മണിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണിയുടെ ഓഫീസിലും വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം SIT പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്നുമായിരുന്നു മണി പറഞ്ഞത്. മണിയുടെ ഫോണിലെ സിമ്മിന്റെ യഥാർത്ഥ ഉടമയെന്ന് പറയപ്പെടുന്ന മണിയുടെ സുഹൃത്തായ ബാലമുരുകനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിലെ ഉരുപ്പടികൾ മണി ഉൾപ്പെടുന്ന സംഘം കടത്തിയിട്ടുണ്ടോ എന്നതിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റുവെന്നും മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നുവെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വിദേശ വ്യവസായി SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്. കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്കാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതേസമയം നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളായ ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ SIT കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതികളെ മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടുകൂടി കേസിലെ കൂടുതൽ ഉന്നതരുടെ പങ്കും പുറത്തുവരുമെന്നാണ് സൂചന. അതിനിടെ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 10-ാം പ്രതി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണനയിലുണ്ട്. അവധിക്കാല ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. പത്മകുമാറിനെതിരെ ആദ്യമെടുത്ത കട്ടളപ്പാളി കേസിലാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുക. രണ്ടാമത് പ്രതി ചേർത്ത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്നും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ റിമാൻഡിലുള്ള ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനൻ എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് SIT ഇന്ന് അപേക്ഷ സമർപ്പിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ N വിജയകുമാറിനെ ജനുവരി 14 വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമായ N വിജയകുമാറിന് പുറമെ KP ശങ്കർദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ശബരിമല കൊള്ളയിൽ ആരെയും രക്ഷിക്കരുത് എന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. കേസിൽ CBI അന്വേഷണം എത്താനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും സംരക്ഷിക്കേണ്ടെന്ന തീരുമാനത്തിൽ വരുന്നത്. CBI അന്വേഷണം എത്തിയാൽ വൻമരങ്ങൾ അകത്താകും. CBI അന്വേഷണം ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടും ബോർഡ് അംഗങ്ങളായിരുന്നു ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ഹൈക്കോടതിയോട് ചോദിച്ചത്. ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും വൻ തോക്കുകളെ ഒഴിവാക്കരുത് എന്ന് കോടതി തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്യാത്തത് പത്മകുമാറിനെ ചൊടിപ്പിച്ചു. ഇക്കാര്യം CPM നേതൃത്വത്തെയും അറിയിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ നീക്കം. പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 SP-മാരാണുള്ളത്, ശശിധരനും ബിനോയും. 2 പേരും സത്യസന്ധമായാണ് കേസ് അന്വേഷിക്കുന്നത്. ഇവർക്ക് പൂർണ്ണ അധികാരം സർക്കാർ നൽകുകയാണ്. വിജയകുമാറിനെ പ്രതി ചേർക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. പിന്നാലെ KP ശങ്കർദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. കൂട്ടുത്തരവാദിത്തമാകണമെന്ന പത്മകുമാറിന്റെ മൊഴി സാധൂകരിക്കുന്ന നടപടിയാണ് SITയുടെ ഈ അറസ്റ്റ്. നേരത്തെ വിജയകുമാറിന് SIT നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഹാജരായില്ല. തുടർന്ന് വിജയകുമാറിനെ ഇന്ന് നേരിട്ട് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിയും തമ്മിൽ ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നതായി പ്രവാസി വ്യവസായി പറഞ്ഞു. ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയതായും സംശയമുണ്ടെന്നും വ്യവസായി പറഞ്ഞു. മണിയെ ഇന്ന് ചോദ്യം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്ന മൊഴി. ഇത് ശബരിമലയിലേത് തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് വെച്ചാണ് ശബരിമലയിൽ നിന്നുള്ള ഉരുപ്പടികളുടെ ഇടപാട് നടന്നത്. ഇടപാടിനായി സംഘം ആദ്യം തന്നെയാണ് സമീപിച്ചത്. എന്നാൽ താൻ അതിന് തയ്യാറായില്ല. അതിനാലാണ് മറ്റാളുകളിലേക്ക് ഇടപാടുകൾ മാറിയതെന്നും വ്യവസായി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, പത്മകുമാർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യലിനായി SIT വിളിച്ചു വരുത്തിയിരുന്നു. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛൻ കൂടിയാണ് ശങ്കർദാസ്. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് വൈകുന്നത് എന്ന വിമർശനം ശക്തമാണ്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് എല്ലാവിധ അനുമതിയും
തുടരന്വേഷണത്തിന് നൽകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കേസ് അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBIയും നിലപാട് എടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും ബോർഡിൽ ഈ നഷ്ടമുണ്ടാകാൻ പ്രതികൾക്ക് സഹായം നൽകിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നടപടി. അടുത്ത മാസം 12 വരെയാണ് വിജയകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസിൽ വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഈ മാസം 31-ന്, അതായത് നാളെ കോടതി പരിഗണിക്കും. ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളിക കൈമാറാൻ ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിജയകുമാറിനെ കുടുക്കിയത് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയും ബോർഡ് യോഗത്തിലെ മിനിറ്റ്സുമാണ്. 2019 മാർച്ച് 19-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ തീരുമാനിച്ചപ്പോൾ രേഖകളിൽ അത് ചെമ്പ് എന്ന് തിരുത്തി എഴുതുകയായിരുന്നു. ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ വൻ ഗൂഢാലോചനയാണ് വിജിലൻസ് സംഘം പൊളിച്ചത്. താൻ മാത്രം എങ്ങനെ പ്രതിയാകും എന്ന പത്മകുമാറിന്റെ ചോദ്യം വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അന്വേഷണം നീളാൻ കാരണമായി. അന്വേഷണ സംഘം വീട് വളഞ്ഞതോടുകൂടി വിജയകുമാർ ഒളിവിൽ പോയിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് ഉറപ്പായതോടെ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് വിജയകുമാർ സന്ദേശം അയച്ചു. എന്നാൽ പോലീസ് നീക്കം ശക്തമായതോടെ ഗത്യന്തരമില്ലാതെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം SIT ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയുടെ മുൻ പ്രസിഡന്റും നിലവിൽ തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വിജയകുമാർ. അക്രമ സമരത്തിന്റെ പേരിൽ ഒരിക്കൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ട ഇയാളെ VS അച്യുതാനന്ദൻ സർക്കാരാണ് തിരിച്ചെടുത്തത്. വിരമിച്ച ശേഷം പാർട്ടി നോമിനിയായാണ് ദേവസ്വം ബോർഡിൽ എത്തിയത്. CPMന്റെ കരുത്തുറ്റ സംരക്ഷണം ഉണ്ടായിട്ടും കോടതിയുടെ കർശന നിലപാടാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചത്. നേരത്തെ കേസിൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ ബോർഡ് അംഗങ്ങളായിരുന്ന N വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യം അത് കൃത്യമായ ചോദ്യമായിരുന്നു. വമ്പൻ സെറാവുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെയാണ് വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനിയുള്ള ചോദ്യം അടുത്തത് ആര് എന്നാണ്. കേസിലെ മറ്റൊരു പ്രധാനി KP ശങ്കർദാസ് ഈ പക്ഷാഘാതം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.